My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK പ്രോപ്പർട്ടി ലിമിറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി ഇൻകോർപ്പറേഷൻ റിലീഫും ക്യാപിറ്റൽ ഗെയിൻ ടാക്സും സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ UK ഒരു പ്രോപ്പർട്ടി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അത് തിരിച്ചറിയണമെങ്കിൽ 20 മണിക്കൂറിൽ കൂടുതൽ ആ പ്രോപ്പർട്ടി റിലേറ്റഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഓഫ് ബിസിനസ് അതും പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ HMRC നിങ്ങളെ പ്രോപ്പർട്ടി ബിസിനസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ റിലീഫ് കിട്ടുകയുള്ളൂ. ഇതുവഴി നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ബേസിൽ തന്നെ നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ റിലീഫ് കിട്ടുകയും അത് പ്രകാരം എന്നാണോ ആ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്താൽ മതി. പക്ഷേ പലരും UK പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത് സ്വന്തം പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിലാണ്. നിങ്ങൾ മറ്റ് ജോലി മെയിനായിട്ട് എടുക്കുകയും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻകോർപ്പറേഷൻ റിലീഫ് കിട്ടുന്നില്ല. ഈ കാരണത്താലാണ് നിങ്ങൾ സോൾ ട്രേഡർ ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ റിലീഫ് കിട്ടാതെ വരുന്നത്. നിങ്ങളൊരു പ്രോപ്പർട്ടി ബിസിനസ്സാണ് UK ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മണിക്കൂറെങ്കിലും ആ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുകയും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ HMRCയുടെ പ്രയർ അപ്രൂവൽ നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ റിലീഫ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഇൻകോർപ്പറേഷൻ റിലീഫ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ സേവിങ് കിട്ടുന്നു. അതുകൂടാതെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുത്താൽ മതി. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട. എന്നാണോ നിങ്ങളുടെ ഷെയർ വിൽക്കുന്ന ആ സാഹചര്യത്തിൽ മാത്രം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്താൽ മതി. ഇതുവഴി നിങ്ങളുടെ സ്വന്തം പേരിൽ വാങ്ങിച്ച പ്രോപ്പർട്ടി നിങ്ങൾക്ക് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ ഇൻകോർപ്പറേഷൻ റിലീഫ് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഇൻകോർപ്പറേഷൻ റിലീഫ് ക്ലെയിം ചെയ്യുന്നത് വഴി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഡിലേ ചെയ്യുവാനും സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. UK പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ബിസിനസ് എന്ന കാറ്റഗറിയിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ റിലീഫ് ക്ലെയിം ചെയ്യുവാനും അങ്ങനെ ടാക്സ് സേവ് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.